ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ടർബോയ്ക്ക് മെഗാ ഫാൻ ഷോ ഒരുക്കിയിരിക്കുന്നു. ഇതിനോടകം തന്നെ 100 കടന്നിരിക്കുന്നു ഫാൻ ഷോസ് എന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. എന്താണെങ്കിലും തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ മമ്മൂട്ടി പിള്ളേർ റെഡിയായി. വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. മാൾട്ടയിൽ ഗംഭീരമായിട്ടുള്ള ഫാൻ ഷോയാണ് ഇന്ന് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 4ഓളം ഫാൻ ഷോസ് ഉണ്ട്. കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഗംഭീരമായിട്ടുള്ള ഫാൻ ഷോ അണിയറയിൽ നടക്കുന്നു. ഒരു ട്രെയിലർ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത്രത്തോളം ഫാൻ ഷോ വരുമ്പോൾ ഇനിയും ഫാൻ ഷോ കൂടും എന്നുള്ളതിന് സംശയങ്ങൾ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ഇനി നാളെ വൈകുന്നേരം ഇന്ത്യൻ സമയം 9 മണിക്കാണ് ട്രെയിലർ റിലീസ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഗംഭീരമായി സെറ്റാണ് ടർബോയുടെ കാര്യത്തിൽ. തിയേറ്റർ ചാർട്ടിങ്ങിലാണെങ്കിലും വേൾഡ് വൈഡ് ആയിട്ടുള്ള റിലീസാണെങ്കിലും ബിസിനസ് ആണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും തകൃതിയായി ഗംഭീരമായി നടക്കുന്നു. വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ വമ്പൻ രീതിയിൽ തന്നെ ബിസിനസ് നടന്നിരിക്കുന്നു. OTT സാറ്റലൈറ്റിൽ നിന്ന് മാത്രമായി തന്നെ സിനിമ പ്രോഫിറ്റബിൾ ആയി എന്നുള്ളൊരു വാർത്തയാണ് കൂടുതലും കേൾക്കുന്നതും. എന്തായാലും എല്ലാ കാര്യങ്ങളും ഗംഭീരമായി പോകുമ്പോൾ ഒരു കാര്യം മാത്രമാണ് അണിയറ പ്രവർത്തകരിൽ നിന്ന് ആരാധകരും ഓരോ പ്രേക്ഷകരും ആവശ്യപ്പെടുന്നത്: സിനിമ ഗംഭീരമായിരിക്കണം. സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ വലിയ സക്സസ് ആകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാവരും അതിഗംഭീരമായിട്ടുള്ള സപ്പോർട്ടുമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ആളുകൾ വിശ്വസിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. കാരണം ഇതുവരെ ഓരോ സിനിമ അദ്ദേഹം തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മികച്ച സിനിമകൾ തന്നെയായിരുന്നു. വെറും സിനിമകളായിരുന്നില്ല, നമ്മളെ എല്ലാവരെയും ത്രസിപ്പിക്കുന്ന സിനിമകളായിരുന്നു. ഒന്നിനൊന്നിന് വ്യത്യസ്തമായ സിനിമകളായിരുന്നു. ഇതും വ്യത്യസ്തമാണ് എന്നുള്ളതിന് സംശയങ്ങളുമില്ല. അപ്പോൾ മമ്മൂട്ടി കമ്പനിയും മമ്മൂട്ടിയും അണിനിരക്കുമ്പോൾ വേറെ ഒന്നും തന്നെ നോക്കാനില്ല. വൈശാഖിൻ്റെ സംവിധാനത്തിൽ ഈ ഒരു സിനിമ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്: മലയാളത്തിലെ ബ്രഹ്മാണ്ഡ ഹിറ്റ് ഉറപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് സഹിതം നേടിയിരിക്കുന്ന സംവിധായകനാണ് വൈശാഖ്. വീണ്ടും മമ്മൂട്ടിയുമായി ഒരുമിക്കുമ്പോൾ ഒരു കാര്യം പ്രതീക്ഷിക്കുകയാണ്: മധുർ രാജയേക്കാൾ വലിയ ഒരു വിജയം തന്നെ. അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയായ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്ത സിനിമയായ മോൺസ്റ്റർ വലിയ പരാജയമായിരുന്നുവെങ്കിൽ അതിലും മികച്ച എലിമെൻസ് ഉണ്ടായിരുന്നു, പല രംഗങ്ങളും മികച്ചതായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോസിറ്റീവ് നൽകുന്നത്. എന്തായാലും മമ്മൂട്ടി കമ്പനി നൽകുന്ന ഈ ഒരു ഉപഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എല്ലാവരും. എന്തായാലും മമ്മൂട്ടി പിള്ളേർ തയ്യാറാണ്. തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ അവർ തയ്യാറായിരിക്കുന്നു. 100 കടന്നിരിക്കുന്നു ഫാൻ ഷോസ്. ഒരു കാര്യം മാത്രമാണ് ചോദിക്കുന്നത്: മികച്ച സിനിമ തരിക. മികച്ചതാണെങ്കിൽ ഗംഭീരമാകും. ഗ്രേറ്റ് മീഡിയാസ്.